ഞാൻ എപ്പോഴാണോ നാട്ടിലേക്ക് വരുന്നത് അപ്പം മാത്രമായിരുന്നു. പിന്നെ അധികവും വിളിക്കുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങനെ തന്നെ പറയായിരുന്നു ഞാൻ. പിന്നെ ഇന്റർവ്യൂസിനാണെങ്കിലും ചോദിക്കുമ്പം ഞാൻ പലപ്പോഴും നമുക്ക് നോക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു നിമിത്തം പോലെ അങ്ങനെ വന്നതാണ് ഒരുത്തി. അപ്പൊ ഒരുത്തി കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു റിലീസായിട്ട് ഒരു വർഷമായി. അപ്പൊ ഇപ്പോ ഒരു വർഷത്തിന് ശേഷമാണ് ശരിക്കും ഞാൻ അടുത്ത സിനിമയായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഗ്യാപ്പ് എടുത്ത് തന്നെ സിനിമ ചെയ്യുന്നുള്ളൂ. അല്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ചേച്ചി ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് ഇവിടെ നിന്ന് അഭിനയിച്ച് തകർത്ത് ഒരു ബ്രേക്ക് എടുത്താൽ പോലും ചേച്ചി അടുത്തേക്ക് സിനിമകൾ വരാതിരുന്നിട്ടായിരിക്കില്ല. ചേച്ചി വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പൊ പറ്റില്ലായിരുന്നു എനിക്ക്. പക്ഷെ എപ്പോഴും നാട്ടിലേക്ക് വരണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളായിരുന്നില്ലേ? ഭയങ്കരമായിട്ട്. എനിക്ക് നാടാണ് ഇഷ്ടടോ. എന്റെ നാടും വീടും എന്റെ അമ്മയും അച്ഛനും ഇവിടെ, എന്റെ നാടും റേഷകടയും എന്നൊക്കെ. നമുക്ക് നമ്മുടെ നാടും നമ്മുടെ റേഷകടയും പട്ടണത്തിൽ പറഞ്ഞ പോലെ. എനിക്ക് എന്താ അറിയില്ല, ഇവിടുത്തെ ഈ കുത്തിത്തിരിപ്പും ഈ കുണ്ടുകുഴിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ നമ്മളോരോന്നും അറിയില്ലേ, ഓ കേരളത്തിലെ ട്രാഫിക്, കേരളത്തിലെ മറ്റേ വൃത്തിയില്ലായ്മ ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്താന്നറിയില്ല, വേറെ എവിടെ കൊണ്ടിട്ടാലും എനിക്ക് ഇതൊക്കെ തന്നെ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും കൊതുകടിയും മെയിൻ എടുത്ത് പറയണമെന്ന്. എന്തൊക്കെ ആയാലും ശരി, ഒരു പ്രത്യേക വികാരമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എങ്ങനെയാണോ അറിയില്ല. അല്ല, കുറെ ആൾക്കാര് എന്റെ കസിൻസ് ഒക്കെ തന്നെ UK പോയിട്ട് അവരവിടെ വീട് വെച്ച് സെറ്റിൽ ആവുക. അപ്പൊ നമ്മളിവിടുന്ന് UK പോകണമല്ലോ, അവരിടയ്ക്കൊന്ന് നാട്ടിലേക്ക് വരുള്ളൂ. ട്രിപ്പൊക്കെ പോകില്ലേ നമ്മളിവിടുന്ന് ഒരു 10 ദിവസം, അവർക്ക് ട്രിപ്പ് പോലെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ടോ, എനിക്ക് ഭയങ്കര സഫക്കേഷനാ. ഞാൻ ചോദിക്കാം, നിങ്ങൾ എങ്ങനെ ഇത്രയും ദിവസം അവിടെ അഡ്ജസ്റ്റ് ചെയ്തു? ഒന്ന് പറഞ്ഞു തരുമോ? അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് നാട്ടിലോട്ട് വരാൻ കൊതിയാവില്ലേ എന്നൊക്കെ ചോദിക്കും. അവർക്കൊരു കുഴപ്പമില്ല, എനിക്കാണ് കുഴപ്പം. അച്ഛനും അമ്മയും എന്ത് ബഹളാണെങ്കിലും ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് രാവിലെ ഷൂട്ട് ഉണ്ടാവുമല്ലോ, സൺറൈസ് ഒക്കെ ആന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പോകണം. അപ്പൊ രാവിലെ എന്നെ കുത്തി ഉണത്തു അച്ഛ 5 മിനിറ്റ് വീണ്ടും ഉറങ്ങും. വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോ അവർ അച്ഛ ഒരു 5 മിനിറ്റ് കൂടെ കഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് 1.5 മണിക്കൂർ എടുക്കും. എന്നെ ഒന്ന് പൊക്കി പിന്നെ തന്നെ കുത്തി തിരുക്കി പല്ല് തേപ്പിച്ച്, ഇതൊക്കെ വലുതായതിനു ശേഷമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്ന അഭിനയിക്കുന്ന സമയം അന്ന് അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയി അരുത്തിയെല്ലാം കാണിച്ച് ഞാൻ അഭിനയിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഒക്കെ ആയ ഞാൻ ഇതൊരു സുപ്രഭാതത്തില് നമ്മൾ നാളെ എണീറ്റ് അങ്ങ് അമ്മയാവുകയാണല്ലോ എന്ന് വെച്ചാല് ഓക്കെ ഗർഭിണിയാണ് എന്ന് വിചാരിച്ചപ്പോ നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇത് പ്രസവം കൂടെ കഴിയുന്നു, ഞാൻ അമ്മയായി, അത് സെറ്റല്ലേ. പക്ഷെ അതിലെന്തോ ഭയങ്കര ഒരു മാജിക് ഉണ്ട്. ഞാൻ ഈ വാവ ഉണ്ടായതിനു ശേഷം ഇതൊന്ന് നന്നാണെങ്കിൽ ഞാൻ ഉണരും. മറ്റേത് എന്നെ തന്നെ മാറ്റി കിടത്തിയാൽ ഞാൻ അറിയില്ല. എന്തെങ്കിലും പൊക്കിയെടുത്ത് മറ്റേ ലാസർ മുതലാളിയെ കൊണ്ടുപോയില്ലേ ഫ്രണ്ട്സില്, അതുപോലെ കൊണ്ടുപോയാൽ പോലും ഞാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കുഞ്ഞു ശബ്ദം കേട്ടാൽ അപ്പൊ ഉണരും. അതിപ്പോഴും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യെസ് ഐ ഹാവ് ബിക്കം എ മദർ. അവിടെയാണ് ഞാൻ അമ്മയായി എന്നുള്ളത്. അല്ലാതെ എൻ്റെ ഒരു കാര്യത്തിൽ അമ്മയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ അവന് വിശക്കുമ്പോ, അവന്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെറുതായിരിക്കുമ്പോൾ പോകുന്ന സമയത്ത് അവന് വേണ്ട എല്ലാ മീലുകളും കഴിച്ചില്ലെങ്കിലും ഒക്കെ എൻ്റെ കയ്യിൽ പ്രിപ്പയർഡ് ആയിരിക്കും. അതൊക്കെ ഞാൻ അമ്മയായതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഞാൻ പോലും അറിയാതെ വന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഉള്ളിൽ നിന്ന് വന്ന റെസ്പോൺസിബിലിറ്റി, ഉറക്കത്തിൽ വന്ന റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള ഇപ്പൊ ഞാനൊരു ചെറിയ അനക്കം കേട്ടാലും ഉണരും.